Hi students. Last time we discussed about advantages, disadvantages for DSP, and also the different applications, different area of applications of DSP. Today we will learn a discrete time signal and how to represent discrete and some elementary discrete time signals. Okay, a discrete time signals is a discrete signal with independent variable is time. Or precisely, we can say that a discrete time signal x of n is a function of an independent variable where independent variable is an integer. From discrete time signal എന്ന് പറഞ്ഞാൽ discrete signal തന്നെ അതിൻ്റെ independent variable എന്തായിരിക്കും time ആയിരിക്കും. It is important to note that a discrete time signal is not defined at the instance between two successive samples. അപ്പം ഏത് discrete signal ആണെങ്കിലും ആ discrete signalsൻ്റെ independent variable നടക്കുള്ള values between the two successive samples of independent variable, the signal is not defined. ഇപ്പോൾ രണ്ട് സക്സസീവ് ഇൻ്റർവെൽസിനിടയ്ക്കുള്ള വാല്യൂസ് എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓരോരോ ഇൻഡിജർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനകത്തുള്ള വാല്യൂസ് മാത്രമേ എന്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ, ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. എക്സ് ഓഫ് എൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അതായത് സീറോയിൽ സിഗ്നൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. എക്സ് ഓഫ് വണ്ണിനകത്ത് സിഗ്നൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. എക്സ് ഓഫ് ടു എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. എക്സ് ഓഫ് ത്രീ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എക്സ് ഓഫ് 1.5 എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല, 1.6 എന്താണ് ഡിഫൈൻ ചെയ്തിട്ടില്ല. മീൻസ് സീറോയിനും വണ്ണിനും ടൂവിനും ഇടയ്ക്കുള്ള വാല്യൂസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല, സീറോയിനും വണ്ണിനും ഇടയ്ക്കുള്ള വാല്യൂ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല. ഓരോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനും ഇടയ്ക്കുള്ള വാല്യൂസ് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല. So it is important to note that the discrete time signal is not defined at the instance between two successive samples. Signal x of n is not defined for non-integer values of n. അതാണ് കുറച്ചും കൂടെ ക്ലാരിറ്റിയോട് പറയാം. എല്ലാ ഇൻറ്റിജർ വാല്യൂസിലും എക്സ് എഫ് എൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ എല്ലാ നോൺ ഇൻറ്റിജർ വാല്യൂസിലും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, the signal is not defined. A discrete time signal is defined for average minus infinity to minus infinity less than n less than plus infinity. മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ എന്നിൻ്റെ ഇൻഡിജർ വാല്യൂസിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, സിഗ്നൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇൻ ബിറ്റ്വീൻ ടു ഇൻഡിജർ വാല്യൂസ് ദ സിഗ്നൽ ഈസ് നോട്ട് ഡിഫൈൻഡ്. സിൻസ് എ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഇസ് ഓൾസോ കോൾഡ് എ സീക്വൻസ്. ഡിസ്ക്രീറ്റ് സീക്വൻസ് എന്ന് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടുള്ളൂ, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സെറ്റ് ഓഫ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അല്ലെ. എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3, അല്ലാതെ എക്സ് ഓഫ് 1.5 ഉണ്ടാവില്ല, എക്സ് ഓഫ് 2.5 ഉണ്ടാവില്ല. അതിൻ്റെ വാല്യൂ 1.5 ഉണ്ടാവും, പക്ഷേ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഒരിക്കലും എന്തുണ്ടാവില്ല, 1.5 1.4 ഉള്ള വാല്യൂസ് ഉണ്ടാവില്ല, നോൺ ഇൻറ്റിജർ വാല്യൂസ് ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് സിഗ്നൽ തന്നെ, ബട്ട് അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്തായിരിക്കും, ടൈം സിഗ്നൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, how to represent discrete time signals. There are several methods to represent a discrete time signals. First one is functional representations. Functional representation അത് എങ്ങനെയാണ് discrete time signal ഡിഫൈൻ ചെയ്യാനാണ്. എക്സ് ഓഫ് n is equal to -1 where n is equal to -2. ഇതിൻ്റെ മീനിങ് എന്താ, എക്സ് ഓഫ് വണ്ണിൻ്റെ വാല്യൂ എന്താണ്, എക്സ് ഓഫ് വണ്ണിൻ്റെ വാല്യൂ -1 ആണ് എപ്പോഴും എന്നിൻ്റെ വാല്യൂ -2 ആയിരിക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പം ഇങ്ങനൊരു വൈ ആക്സിസും ഇതുണ്ടെന്നായിരിക്കാം. ഇത് ഒറിജിൻ 0, ഇത് -1, ഇത് -2, ഇത് 0, ഇത് 1, 2, 3, 4, sorry 4, ഇത് 4, 3, 2, 1, ഇത് 0, ഇത് -1, -2. The value of x of n, ഇതിലാണ് നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യുക, എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞ സിഗ്നൽ റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ എന്തായിരിക്കും,
എക്സസിനകത്ത് എന്തായിരിക്കും എൻ ആയിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. എൻ എപ്പോഴും എന്തായിരിക്കും ഇൻഡിജർ വാല്യൂ ഓഫ് ആയിരിക്കും. ഇവിടെ ഡിസ്ക്രീറ്റ് ടൈം സീനിലായതുകൊണ്ട് ഇൻഡിജർ വാല്യൂ ഓഫ് ടൈം ആയിരിക്കും നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. എൻ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പം എക്സ് എഫ് എൻ -1 ആണ് എപ്പോഴും എന്നിന്റെ വാല്യൂ -2 ആകുമ്പോൾ. ഇതാണ് -2 അല്ലേ. അപ്പം -2 ആകുമ്പോൾ എന്താണ് വാല്യൂ എന്താണ് -1 ആണ് ഇതിന്റെ വാല്യൂ. എക്സ് എഫ് എൻ is equal to 2 when n is equal to -1. എക്സ് എഫ് -1 ആകുമ്പോൾ എക്സ് എഫ് എൻ എന്നിന്റെ വാല്യൂ -1 ആകുന്ന സമയത്ത് എക്സ് എഫ് എൻ എന്താ 2 ആണ്. 2 ആയിരിക്കും. എക്സ് എഫ് എൻ is equal to 1.5 when n is equal to 0. n 0 ആകുമ്പോൾ എക്സ് എഫ് എന്തായിരിക്കും 1.5 ആയിരിക്കും. ഇവിടെ ആയിരിക്കും. എക്സ് എഫ് എൻ is equal to 1 അല്ല -0.9 when n is equal to 1. n 1 ആകുമ്പോൾ 0.9 ആയിരിക്കും. ഇവിടെ ആയിരിക്കും. 1.4 when n is equal to 2. 1.4 when n is equal to 2. 1.6 when n is equal to 3. ശരിയല്ലേ. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്വീൻ 0 and 1 ഈ ഒരു സ്ഥലത്ത് എന്ത് ചെയ്തിട്ടില്ല, സിഗ്നൽ എന്താണെന്ന് നമുക്കറിയില്ല. അതുപോലെ ബിറ്റ്വീൻ 1 and 2 the signal is not defined. 2 and 3 signal is not defined. സിഗ്നലിന്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് എന്താ അറിയാൻ പറ്റില്ല. എല്ലാ ഇൻഡിജർ വാല്യൂസിലും നമുക്ക് എന്താണെന്ന് അറിയാം. മനസ്സിലായില്ല. അപ്പം ഇതാണ് ഒരു ഫങ്ഷണൽ റെപ്രസെന്റേഷൻ ആണ്. ഈ ഒരു മെത്തേഡ് ഓഫ് റെപ്രസെന്റേഷൻ ആണ് ആക്ച്വലി ഫങ്ഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ പറയാം ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്താ പറയുക ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. നെക്സ്റ്റ് കാണാം. നെക്സ്റ്റ് വൺ ഈസ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ദി സെയിം സിഗ്നൽ ഈസ് റെപ്രസെന്റഡ് ആസ് ഗ്രാഫിക്കലി. ഇവിടെ നോക്കിയാൽ -2ൽ -1, -1ൽ 2, 0ൽ 1.5, 1ൽ -0.9, 2ൽ 1.4, 3ൽ 1.6. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, ഇത് n ആണ് ഇവിടെയുള്ള വാല്യൂ. എക്സ് ആക്സിസിൽ എന്നും വൈ ആക്സിസിൽ എന്താണ് എക്സ് ഓഫ് എൻ ആണ് സിഗ്നലിന്റെ വാല്യൂ. ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് എന്താ പറയുക ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ടാബുലർ റെപ്രസെന്റേഷൻ. ടാബുലർ റെപ്രസെന്റേഷൻ അത് എന്താ, n എന്ന് പറഞ്ഞ ഒരു കോളം ഉണ്ട്. ടാബുലർ ആയിട്ടാണ് ഒരു ടാബുലർ കോളം ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നും അതിന് കറസ്പോണ്ടിങ് എക്സ് ഓഫ് എൻ. ഫസ്റ്റ് കോളത്തിനകത്ത് n ഉണ്ടായിരിക്കും, സെക്കൻഡ് കോളത്തിനകത്ത് എന്തായിരിക്കും കറസ്പോണ്ടിങ് എക്സ് ഓഫ് എൻ ഉണ്ടായിരിക്കും. അപ്പം -2ൽ n -2 ആകുന്ന സമയത്ത് എക്സ് ഓഫ് എൻ എന്തായിരിക്കും -1 ആയിരിക്കും. n -1 ആയിരിക്കുന്ന സമയത്ത് എന്തായിരിക്കും 2 ആയിരിക്കും. n 0 ആയിരിക്കുമ്പോൾ 1.5, 1 ആയിരിക്കുമ്പോൾ -0.9, 2 ആയിരിക്കുമ്പോൾ 1.4, 3 ആയിരിക്കുമ്പോൾ 1.6. ഇവിടെ ഉള്ള പോലെ തന്നെ 0 ആയിരിക്കുമ്പോൾ 1.5, 1 ആയിരിക്കുമ്പോൾ 9. അത് ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് മാത്രമേ ടാബുലർ റെപ്രസെന്റേഷൻസ്. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക ടാബുലർ റെപ്രസെന്റേഷൻ. അപ്പം ഫസ്റ്റ് വൺ ഫങ്ഷണൽ റെപ്രസെന്റേഷൻ, സെക്കൻഡ് വൺ graphical representation, third one tabular representations, and fourth one is sequence representation. ഇതാണ് നോർമലി നമ്മൾ അധികം യൂസ് ചെയ്യാറ്. ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാറില്ല എന്നല്ല, ഫങ്ഷണലി റെപ്രസെന്റ് ചെയ്യാറില്ല എന്നല്ല, ടാബുലർ റെക്കോർഡിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ റെയർ ആണ്. പക്ഷെ മോസ്റ്റ് ഓഫ് ദി ടൈം വി ആർ യൂസിങ് sequence representation to represent discrete time signals. An infinite duration sequence with the time origin n equal to 0 indicated by a symbol up arrow. ഈ സിമ്പിൾ ആണ് ഞാൻ പറയുന്നത്. അപ്പ് arrow is represented as x of n ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. അപ്പം ഇവിടെ ഇതിന്റെ മീനിങ് എന്താ, നമുക്ക് -1 ഇവിടെ മുതൽ എന്ത് ചെയ്തിട്ടുള്ളൂ സിഗ്നൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ഈ അപ്പ് arrow റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, അത് എക്സ് ഓഫ് 0 ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അവിടെ പറഞ്ഞിട്ടില്ല ടൈം ഒറിജിൻ n equal to 0 is indicated by the symbol. അപ്പോൾ ഈ സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്, ഈ വാല്യൂ എന്താണെന്ന് മനസ്സിലാവും, എക്സ് ഓഫ് 0 ആണെന്ന് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസിഡർ ചെയ്യാൻ പറ്റും.
ഈ 2 എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും? -1 ആയിരിക്കും. -1 എന്ന് പറഞ്ഞാൽ -2 ആയിരിക്കും. അല്ലേ? -0.9 എന്ന് പറഞ്ഞ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. 1.4 എന്ന് പറഞ്ഞ സാധനം ഇത് 2 ആയിരിക്കും. 1.6 3 ആയിരിക്കും. ഇങ്ങനെ കോമയായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഈ ഡോട്ടഡ് ലൈൻ രണ്ട് സൈഡിലും ഡോട്ടഡ് ലൈൻ കാണിച്ചിരിക്കുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻഫൈനൈറ്റ് സീക്വൻസ് ആണ്. ഫൈനൈറ്റ് അല്ല. ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും എന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇത്ര മാത്രമേ അറിയുള്ളൂ. ബാക്കിയുള്ള നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം. ഇതൊരു ഫൈനൈറ്റ് വാല്യൂ അല്ല. ഇവിടെ വെച്ച് നിൽക്കുന്നില്ല ഈ സാധനം. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിഗ്നലാണ്. സോ എക്സ്എഫിന് സീക്വൻസ് റെപ്രസെന്റേഷൻ യൂസ് ചെയ്തിട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അപ്പ് ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എപ്പോഴും എന്തായിരിക്കും? അപ്പ് ആരോ ഇൻഡിക്കേറ്റ് ചെയ്തത് x(0) ആയിരിക്കും. മനസ്സിലായില്ലേ? An infinite duration sequence which is 0 for n less than 0 may be represented as. ഇപ്പൊ n അതായത് 0-ന് അപ്പുറത്തേക്ക് വാല്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക XFN ഇങ്ങനെയായിരിക്കും. അപ്പ് എറോ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇത് x(0) എന്ന് നമുക്ക് മനസ്സിലാകും. ഇത് 0.9 എന്ന് പറഞ്ഞാൽ XF1 ആണ്. ഇത് 1.1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 1.6 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാകും? സിഗ്നൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് ഒരു ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇത് വേറെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ഇപ്പുറത്തേക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഡോട്ടഡ് ലൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് എന്ത് തന്നെയാണെന്ന്. ഇത് x(0) എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. മനസ്സിലായി പറഞ്ഞത്? അത് ഫസ്റ്റ് അപ്പയറോ ഉണ്ടെങ്കിൽ അത് x(0) ആണ്. ഇനി ഡോട്ടഡ് ലൈൻ ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്ത് ഇത് രണ്ട് സൈഡിലേക്കും ഇൻഫിനിറ്റ് വാല്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതിന്റെ x(0) ഏതാണെന്ന് നമുക്ക് അപ്പയറോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇനി രണ്ട് സൈഡിലേക്കും പോകണില്ല, ഒരു സൈഡിലേക്ക് മാത്രമേ, അതായത് n-ന്റെ വാല്യൂ ലെസ് ദാൻ 0-ന് ലെസ് ദാൻ ആവുകയാണെന്നുണ്ടെങ്കിൽ, വാല്യൂസ് ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് അപ്പയറോ യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ അപ്പയറോ ഇല്ലെങ്കിൽ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? 1.5 x(0) ആയിട്ട് ഇത് x(0) ആയിട്ട് ചെയ്യണം. മനസ്സിലാണ്ടോ പറഞ്ഞത്? ഇത് x(0) ആണെങ്കിൽ എന്തായിരിക്കും? XF1 ആയിരിക്കും, 2 ആയിരിക്കും, 3 ആയിരിക്കും. 3 ഇത് 2 ഇത് 1. അപ്പയറോ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇത് x(0) ആണ്. ഇല്ലെങ്കിൽ നമുക്ക് അറിയണം ഇത് x(0) ആണ്. കാരണം ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എന്ത് കൊടുത്തിട്ടില്ല? വാല്യൂസ് കൊടുത്തിട്ടില്ല. ഓക്കെ. A finite duration sequence with the time origin n is equal to 0 indicated by the symbol up arrow is represented as. ഇനി ഇൻഫൈനൈറ്റ് അല്ല, രണ്ട് സൈഡിലും ഫൈനൈറ്റ് വാല്യൂ ആണ്. രണ്ട് സൈഡിലും എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നില്ല. ഫൈനൈറ്റ് നമ്പർ ഓഫ് സാമ്പിൾസ് മാത്രമേ നമ്മുടെ സിഗ്നൽസിനകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ XFN is equal to -1, 2, 1.5 ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. രണ്ട് സൈഡിലും എന്തില്ല? ഡോട്ടഡ് ലൈൻ ഇല്ല. ആൻഡ് അപ്പ് ആരോ ഇൻഡിക്കേറ്റ്സ് ദി x(0). ഇതാണ് 1.5 ആണ് x(0) എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പ് ആരോ ഇൻഡിക്കേറ്റ് ദി x(0). ഇത് ഫൈനൈറ്റ് സീക്വൻസ് ആണെന്ന് മനസ്സിലാവും. നേരത്തെ തൊട്ട് മുമ്പായിരുന്നു മനസ്സിലാവും ഇൻഫൈനൈറ്റ് സീക്വൻസ് ആണെന്ന് മനസ്സിലാവും. ഇത് ഇൻഫൈനൈറ്റ് സീക്വൻസും മറ്റേത് ഫൈനൈറ്റ് സീക്വൻസും. മനസ്സിലായില്ലേ? ഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് which is 0 for n less than 0 may be represented as. ഇത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് സൈഡിലും എന്തില്ല? ഡോട്ടഡ് ലൈൻ ഇല്ല. രണ്ട് സൈഡിലും ഡോട്ടഡ് ലൈൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും? അത് ഫൈനൈറ്റ് വാല്യൂ ഓഫ് XFN ആണെന്ന് മനസ്സിലാവും. ഫൈനൈറ്റ് സീക്വൻസ് ആണെന്ന് മനസ്സിലാവും. XFN-നകത്ത് അപ്പയർ ഉണ്ടെങ്കിൽ അത് x(0) എന്ന് മനസ്സിലാവും. ഇനി ഫൈനൈറ്റ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ, അപ്പയറോ ഇല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വാല്യൂ എന്തായിട്ട് എടുക്കും? x(0) ആയിട്ട് എടുക്കും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യണമായിരുന്നു? അപ്പയറോ റെപ്രസെന്റ് ചെയ്യണമായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? -1, -2 ഒക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യും. ഓക്കെ. അപ്പൊ ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സീക്വൻസ് റെപ്രസെന്റേഷൻ. അപ്പം there are 4 methods to represent a discrete time signal. First one, functional representation. ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഫംഗ്ഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ XFN is equal to -1 when n is equal to -2. ആ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫംഗ്ഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തതിന് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയും. അതൊരു ടാബുലർ കോളമായിട്ടും എന്നും XFN-ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ആണെങ്കിൽ ഇറ്റ്സ് എ ടാബുലർ റെപ്രസെന്റേഷൻ. ആൻഡ് ഫൈനലി ഇറ്റ്സ് എ സീക്വൻസ് റെപ്രസെന്റേഷൻ. സീക്വൻസ് റെപ്രസെന്റേഷനകത്ത് ഫൈനൈറ്റ് വാല്യൂ ഇൻഫൈനൈറ്റ് വാല്യൂ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഫൈനൽ സിഗ്നലിനെയും ഇൻഫൈനൈറ്റ് സിഗ്നലിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ?
The next, some elementary discrete signals. Some elementary discrete signal എന്ന് പറഞ്ഞാൽ നമ്മൾ ഡി എസ് പിയിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സിഗ്നൽസ് അതാണ് നമ്മൾ എന്ത് പറയുന്നത് സം എലമെൻ്ററി സിഗ്നൽസ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ലാബിനകത്തൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിഗ്നൽസ് എന്തൊക്കെയാണ്? സൈൻ വേവ് യൂസ് ചെയ്യും, സ്ക്വയർ വേവ് യൂസ് ചെയ്യും, ട്രയാങ്കിൾ വേവ് യൂസ് ചെയ്യും, ചിലപ്പം സ്വീപ്പ് വേവ് യൂസ് ചെയ്യും അല്ലേ? അതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സിഗ്നൽസ് ടെസ്റ്റിങ്ങിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന സിഗ്നൽസിനാണ് നമ്മൾ എന്താ പറയുക എലമെൻ്ററി സിഗ്നൽസ് ആണ്. ഡി എസ് പിക്കകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ഹാൻഡിൽ ചെയ്യുന്ന കുറച്ച് സിഗ്നൽസ് ആണ്. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് ഡിജിറ്റൽ ഇമ്പൾസ് സിഗ്നൽ ഓർ യൂണിറ്റ് സാമ്പിൾ സീക്വൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസ്ക്രീറ്റ് സിഗ്നലിനെ നമ്മൾ എന്ത് പറയുന്നു? സീക്വൻസ് എന്ന് പറയും കേട്ടോ. അതുകൊണ്ടാണ് യൂണിറ്റ് സാമ്പിൾ സീക്വൻസ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ ഇമ്പൾസ് സിഗ്നൽ ഓർ യൂണിറ്റ് സാമ്പിൾ സീക്വൻസ്. ഇമ്പൾസ് സിഗ്നൽ ഡെൽ ഓഫ് എൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഡെൽ ഓഫ് എൻ ഇമ്പൾസ് സിഗ്നൽ ഡെൽ ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1 when n is equal to 0. Del of n is equal to 0 when n not equal to 0. ഇത് ഏത് റെപ്രസെന്റേഷൻ ആണ്? ഇത് ഫംഗ്ഷണൽ റെപ്രസെന്റേഷൻ ആണ്. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെൽ ഓഫ് എൻ ഇമ്പൾസ് എന്ന് പറഞ്ഞ സിഗ്നൽ ഇങ്ങനെയാണ്. ഇമ്പൾസ് എന്ന് പറഞ്ഞ സിഗ്നൽ 1 ആയിരിക്കും. n 0 ആയിരിക്കുമ്പോൾ മാത്രം 1 ആയിരിക്കും അതിന്റെ വാല്യൂ. അല്ലാത്ത കേസിലൊക്കെ എന്തായിരിക്കും? അത് 0 ആയിരിക്കും. അപ്പോൾ n-ന്റെ വാല്യൂ 0 ആയിരിക്കുമ്പോൾ മാത്രം ഉണ്ടല്ലേ, ഇവിടെ മാത്രമേ എന്തുണ്ടാവുള്ളൂ? എക്സ് ഓഫ് ഡെൽ ഓഫ് എന്നിന് വാല്യൂ 1 ആയിട്ടുണ്ടാവുള്ളൂ. ബാക്കി എല്ലാ കേസിലും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ 0 ആയിരിക്കും, ഇവിടെ 0 ആയിരിക്കും, എക്സ് ഓഫ് 2-ൽ 0 ആയിരിക്കും, 3-ൽ 0 ആയിരിക്കും, -1-ൽ 0 ആയിരിക്കും, -2-ലൊക്കെ 0 ആയിരിക്കും. അപ്പം ഇങ്ങനെയുള്ള സിഗ്നലിനാണ് നമ്മൾ എന്താ പറയുക? ഇമ്പൾസ് സിഗ്നൽ എന്ന് പറയുക. ഇമ്പൾസ് സിഗ്നലിന് ഡി എസ് പിക്കകത്ത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പം സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പ്രൊഡിക്റ്റ് ചെയ്യുന്നതും സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്നതൊക്കെ നമ്മൾ ഇമ്പൾസ് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഈ സിഗ്നലല്ല എല്ലാ സിഗ്നൽസിനെയും നിങ്ങളൊന്ന് കാര്യമായിട്ട് നോക്കണം. ഇനി ഈ ഇമ്പൾസ് സിഗ്നൽ തന്നെ നമുക്ക് ഡിലേ ചെയ്യിക്കാൻ പറ്റും. ഡിലേഡ് ഇമ്പൾസ് സിഗ്നൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഡിലേഡ് ഇമ്പൾസ് സിഗ്നൽ del 1 of n ഈക്വൽ ടു del of n മൈനസ് n0. എന്നിനകത്ത് n0 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് എന്ത്? ഡിലേഡ് ഇമ്പൾസ് തന്നെയാണ് അല്ലേ? വേറെ n0 ഇസ് ഓൾസോ ആൻ ഇൻറ്റിജർ വാല്യൂ. എന്നിനകത്ത് n0 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർട്ടൺ ഡിലേ. ഇപ്പൊ ഡിലേ ചെയ്യാന്ന് പറയുന്നത് എന്താ? ഇപ്പൊ വരേണ്ട സാധനം കുറച്ച് ഡിലേ ആയിട്ടാണ് വരുന്നത് അല്ലെ? ഇപ്പം വരേണ്ട ഒരു സിഗ്നൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വരിക, അല്ലെങ്കിൽ 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് വരിക അല്ലേ? അപ്പൊ ഇപ്പോഴുള്ള ടൈമിനകത്ത് നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ടൈം സബ്ട്രാക്ട് ചെയ്യണം. അതാണ് എന്ത് പറയുന്നത് ഇവിടെ? del of n minus n0 ഈക്വൽ ടു 1 when n is equal to n0. n-ഉം n0-ഉം തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത സമയത്ത് 0 കിട്ടുമ്പോഴാണ് del of n എന്ത് കിട്ടുന്നത്? 1 കിട്ടുന്നത്. ബാക്കി എല്ലാ സിറ്റുവേഷനിലും എന്തായിരിക്കും? del of n is equal to 0 ആണ്. മനസ്സിലാവുണ്ടോ? n-ന്റെ വാല്യൂ എപ്പോഴാണോ n0 ആവുന്നത് അപ്പോഴാണ് del 1 of n എന്ത് കിട്ടുള്ളൂ? വാല്യൂ 1 ആവുള്ളൂ. ബാക്കി എല്ലാ സിറ്റുവേഷനിലും വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. del of 0-ൽ ചിലപ്പോൾ 0 ആയിരിക്കും, del of 1-ൽ 0 ആയിരിക്കും, 2-ലായിരിക്കും. പക്ഷെ del of n മൈനസ് n0, അതായത് n-നകത്ത് n0 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടുന്ന സിറ്റുവേഷനിലാണ് എന്ത് വരിക? del of n എന്ത് കിട്ടുന്നത്? del 1 of n എന്ത് കിട്ടുന്നത്? വാല്യൂ 1 ആവുന്നത്. ബാക്കി എല്ലാ സിറ്റുവേഷനകത്ത് എന്തായിരിക്കും? 0 ആയിരിക്കും when n not equal to 0. സോറി, n not equal to n0. ഇതാണ് ആക്ച്വലി നമ്മളെ എലമെന്ററി സിഗ്നൽ ഇമ്പൾസ് എന്ന് പറഞ്ഞ സാധനം. അതിൻ്റെ ഒരു ഡിലേഡ് വേർഷനാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് എലമെന്ററി സിഗ്നൽ ഇമ്പൾസ് സിഗ്നൽ മാത്രമാണ്. ഡിലേഡ് ഇമ്പൾസ് സിഗ്നൽ അതിൻ്റെ ഒരു വേർഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇമ്പൾസ് സിഗ്നലാണ് ഒരു എലമെന്ററി സിഗ്നൽ. ഡിലേഡ് ഇമ്പൾസ് സിഗ്നൽ അതിൻ്റെ ഒരു വേർഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സെക്കൻഡ് എലമെന്ററി സിഗ്നൽ ഈസ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ഈസ് ഈക്വൽ ടു represented as u of n. Unit step signal u of n is equal to 1 when n greater than or equal to 0. u of n is equal to 0 when n less than 0. ഇത് ഫങ്ഷണൽ റെപ്രസെന്റേഷൻ ആണ്. ഈ ഫങ്ഷണൽ റെപ്രസെന്റേഷൻ നമ്മൾ ഗ്രാഫിക്കലി ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്.
യു ഓഫ് എന്നിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. എപ്പോഴും എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. n 0 ആകുമ്പോൾ മുതൽ n 0നേക്കാളും ഗ്രേറ്റർ വാല്യൂ ആകുമ്പോൾ എല്ലാം യു ഓഫ് എന്നിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇതൊക്കെ 1 ആണ്. 1 1 1 0ൽ 1 ആണ്, 1ൽ 1 ആണ്, 2ൽ 1 ആണ്, 3ൽ 1 ആണ്. അങ്ങനെ ഇൻഫിനിറ്റി വരെ പ്ലസ് ഇൻഫിനിറ്റി വരെ എന്താണ്? 1 ആണ്. n ലെസ് ദാൻ 0 ആണെങ്കിൽ -1ൽ അത് 0 ആണ്, -2ൽ അത് 0 ആണ്, -3ൽ 0 ആണ്. ഒക്കെയാണ്. Now, u of n is equal to 1 when n greater than or equal to 0 and u of n is equal to 0 when n less than 0. The unit step signal is related to digital impulse by the summation relation. u of n ഇങ്ങനെ വേണേൽ കാണിക്കാം. u of n equal to sigma n is equal to zero to infinity അല്ലെങ്കിൽ sigma k is equal to 0 to infinity del of n minus k എന്ന് കാണിക്കാം. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. പറഞ്ഞത് എന്താണെന്നുള്ളത്. അതായത് ഇത് ആക്ച്വലി എന്ത് പറയാൻ പറ്റും? കുറേ ഇമ്പൾസസിന്റെ സമ്മാണെന്ന് പറയാൻ പറ്റും അല്ലേ? ഒരു സാധനത്തിനാണ് നമ്മൾ എന്താ പറയുക, ഇത്രയും സാധനത്തിനാണ് നമ്മൾ എന്താ പറയുക, ഇമ്പൾസ് എന്ന് പറയുക. അങ്ങനെ ഡിലേഡ് ഇമ്പൾസ് സിഗ്നൽസിന്റെ ഒരു സമ്മേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പം സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. സ്റ്റെപ്പ് സിഗ്നലിന്റെ വാല്യൂ എപ്പോഴേ ഉണ്ടാവുള്ളൂ? എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ യു ഓഫ് n 1 ആയിരിക്കും ബാക്കി എല്ലാ സിറ്റുവേഷനിലും. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 0 ആയിരിക്കും, റൈറ്റ് ഹാൻഡ് സൈഡിൽ എല്ലാത്തിൻ്റെയും വാല്യൂ 1 ആയിരിക്കും. ദാറ്റ് ഈസ് സ്റ്റെപ്പ് സിഗ്നൽ. Next one is RAM signal. RAM signal is also an elementary signal used in DSP. DSP യിൽ മാത്രമല്ല, നമ്മൾ ഈ എലമെന്ററി സിഗ്നൽസ് ഒക്കെ നമ്മൾ എവിടെയും യൂസ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ സിസ്റ്റത്തിനകത്തും ഇതിനകത്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. RAM signal UR of n is equal to n when n greater than or equal to 0, 0 when n less than 0. അപ്പോൾ UR of n ന്റെ വാല്യൂ n ആണ്, n greater than equal to 0. 0 ആകുമ്പോൾ അതിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. 1 ആകുമ്പോൾ അതിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. 2 ആകുമ്പോൾ എന്തായിരിക്കും? അതിന്റെ വാല്യൂ 2 ആയിരിക്കും. 3 ആകുമ്പോൾ എന്തായിരിക്കും? 3 ആയിരിക്കും. 4 ആകുമ്പോൾ 4, 5 ആകുമ്പോൾ 5. അങ്ങനെ UR of n is equal to n when n greater than or equal to 0. ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലൊക്കെ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? n ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോ വാല്യൂ 0 ആയിരിക്കും. 0 when n less than 0. 0നേക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാല്യൂ 0നേക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഒക്കെ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ ദിസ് ഈസ് ദ റാം സിഗ്നൽ. ഇത് ഒരു റാം സിഗ്നലാണ്. മനസ്സിലാണ്ടോ പറഞ്ഞത്? ഈ റാം സിഗ്നൽ യൂസ് ചെയ്തിട്ട് ഒരുപാട് നിങ്ങൾക്കറിയാലോ. നിങ്ങൾ ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടണം. ഇങ്ങനെ കിട്ടുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. മനസ്സിലായില്ലേ? പണ്ട് നിങ്ങൾ വരയ്ക്കുന്ന റാം സിഗ്നൽ ഇങ്ങനെയല്ലേ? അതിന്റെ സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈക്വലി ഇന്റർവെല്ലിൽ സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് ആക്ച്വലി എന്ത് ഈ സിഗ്നൽ എന്ന് പറയുന്നത്. റാം സിഗ്നൽ അതെങ്ങനെ ഡിഫൈൻ ചെയ്യുക? ഇങ്ങനെ ഫങ്ഷണൽ റെപ്രസെന്റേഷനിൽ റെപ്രസെന്റ് ചെയ്യുക. യു ആർ ഓഫ് എൻ ഈസ് ഈക്വൽ ടു റാം സിഗ്നൽ റെപ്രസെന്റ് ചെയ്യുന്നത് യു ആർ ഓഫ് എൻ എന്നാ പറയാം. യു ആർ ഓഫ് എൻ ഈസ് ഈക്വൽ ടു എൻ when n greater than or equal to 0. യു ആർ ഓഫ് എൻ ഈസ് ഈക്വൽ ടു 0 when n less than 0. Okay, this is ramp signal. And last one is exponential signal. Exponential signal g of n is equal to a raised to n when n greater than or equal to 0. a raised to n is equal to 0 when n less than 0. ഇതൊക്കെ മീനിങ് റൈറ്റ് ഹാൻഡ് സൈഡിൽ മാത്രമേ ഇതിന് എന്തുള്ളൂ വാല്യൂ ഉള്ളൂ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൊക്കെ ഈ സിഗ്നലിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഇവിടെ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. എന്നിന്റെ വാല്യൂ എന്താവാം? ഗ്രേറ്റർ ദെൻ 1 ആവാം. എന്നിന്റെ വാല്യൂ 0 and 1 ഇടയ്ക്കാവാം അല്ലേ? 0 and 1 ഇടയ്ക്കാവാം. അപ്പം സോറി, എന്നിന്റെ അല്ല, എയുടെ വാല്യൂ എന്താവാം? 0നും 1നും ഇടയ്ക്കാവാം. എയുടെ വാല്യൂ 0നും 1നും ഇടയ്ക്കാണെങ്കിൽ നോക്കിയത് a equal to a g of n is equal to a raised to n greater than or equal to 0. 0 n less than 0.
എയുടെ വാല്യൂ ഇൻ ബിറ്റ്വീൻ 0 and 1 ആണെന്ന് നോക്കിയേക്കും. മാക്സിമം എയുടെ വാല്യൂ എത്ര വരാം? എ റേസ് ടു ഇപ്പം 0.5 ആണെന്ന് വരിക. 0.5 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? എനി നമ്പർ റേസ് ടു 0 ഈക്വൽ ടു 1. ഇപ്പോൾ എക്സ് 0യിൽ ഇത് 1 ആയിരിക്കും. ബാക്കിയെല്ലാം എന്തായിരിക്കും? 1നേക്കാളും കുറഞ്ഞൊരു വാല്യൂ ആയിരിക്കും വരും. മനസ്സിലായില്ലേ? അതാണ് എന്ത് 0 ലെസ് ദെൻ എ ലെസ് ദെൻ 1. എയുടെ വാല്യൂ ബിറ്റ്വീൻ 0 1 ഇടയ്ക്ക് വരികയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? ഇനി എയുടെ വാല്യൂ ഗ്രേറ്റർ ദെൻ 1 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നോക്കൂ. ഇവിടെ എങ്ങനെ ഇത് 1 ആയിരിക്കും. എയുടെ വാല്യൂ 0 എ റേസ് ടു ഇപ്പോൾ 1 ആണെന്ന് 2 ആണെന്ന് 2 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്ത് വരും? എനി നമ്പർ റേസ് ടു 0 ഇൻറ്റു 1. അടുത്ത 2 റേസ് ടു 2 4 ആയിരിക്കും. ഇത് എന്തായിരിക്കും? 9 ആയിരിക്കും അല്ലേ? ഇവിടെ 1 ഇത് 1 റേസ് ടു 2 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ ഇത് 2 ഇത് 4 ഇത് 9 16 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൂടി വരും. മറ്റത് ബിറ്റ്വീൻ ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും, മറ്റേതാണെങ്കിൽ ഈ രീതിയിൽ പ്ലോട്ട് വരും. ആക്ച്വലി ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയെന്ന് ചോദിക്കും. നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെ എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാമെന്നാണ് പഠിച്ചു അല്ലേ? 4 മെത്തേഡ് ഉണ്ടെന്ന്. ഫങ്ഷണൽ റെപ്രസെന്റേഷൻ, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, പിന്നെ ടാബുലർ റെപ്രസെന്റേഷൻ ആൻഡ് ഫൈനലി സീക്വൻസ് റെപ്രസെന്റേഷൻ. ഈ സീക്വൻസ് റെപ്രസെന്റേഷൻ ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ യൂസ് ചെയ്യാറുണ്ട്, ഫങ്ഷണൽ റെപ്രസെന്റേഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്തൊക്കെ മിക്കവാറും കാണുന്നത് സീക്വൻസ് റെപ്രസെന്റേഷൻ ആയിരിക്കും. ടാബുലർ റെപ്രസെന്റേഷൻ വളരെ കുറവാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ 4 രീതിയിൽ നമുക്ക് എക്സ് എഫ് എൻ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എന്താ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്ക്രീറ്റ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ വേർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് എ ഇൻറ്റിജർ. അതും ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്തും എവിടെയായിരിക്കും? ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ടൈം ആണെന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അടുത്തത് ഡി എസ് പിക്കകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള സിഗ്നൽസ്. അതിനകത്ത് ഒന്നാണ് എന്ത്? ഇമ്പൾസ് സിഗ്നൽ. എങ്ങനെ ഇമ്പൾസ് സിഗ്നൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇമ്പൾസ് സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഡെൽ ഓഫ് എൻ പറഞ്ഞിട്ടാണ്. ഡെൽ ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1 വെൻ എൻ ഇസ് ഈക്വൽ ടു 0. എന്നിന്റെ വാല്യൂ 0 ആകുമ്പോൾ മാത്രം ഡെൽ ഓഫ് എന്നിന് എന്തുണ്ടാവുള്ളൂ? 1 ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ കേസിലും എന്തായിരിക്കും? 0 ആയിരിക്കും. റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും. അപ്പോൾ ഒറിജിനിൽ മാത്രം 1 ഉണ്ടാകും, ബാക്കി എല്ലായിടത്തും എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനത്തെ സിഗ്നലിനാണ് നമ്മൾ എന്താ പറയുക? ഇമ്പൾസ് സിഗ്നൽ തന്നെ. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇമ്പൾസ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് സിഗ്നൽ എന്തായിരിക്കും? 1 ആയിരിക്കും. ഡിലേഡ് ഇമ്പൾസ് സിഗ്നൽ എന്ന് പറയുന്നത് എന്താ? ഡെൽ 1 ഓഫ് എൻ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഡെൽ ഓഫ് എൻ മൈനസ് എൻ സീറോ, വേർ എൻ സീറോ ഇസ് എ ഇൻഡിജർ വാല്യൂ. എൻ സീറോ എന്തായിരിക്കണം? ഇൻഡിജർ വാല്യൂ തന്നെ ആയിരിക്കണം. അപ്പം എൻ മൈനസ് എൻ സീറോ 0 ആകുമ്പോഴാണ് ആക്ച്വലി എന്തുണ്ടാവുക? ഡെൽ ഓഫ് എൻ എന്തുണ്ടാവുക? വാല്യൂ ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഡെൽ ഓഫ് എൻ മൈനസ് എൻ സീറോ ഈസ് ഈക്വൽ ടു 1 വെൻ എൻ ഈസ് ഈക്വൽ ടു എൻ സീറോ. എൻ എൻ സീറോ ആയിട്ട് ഈക്വൽ ആകുമ്പോൾ എൻ മൈനസ് എൻ സീറോ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ഓക്കെ, ഡെൽ ഓഫ് എൻ എൻ മൈനസ് എൻ സീറോ ഈസ് ഈക്വൽ ടു 0 വെൻ എൻ നോട്ട് ഈക്വൽ ടു 0. എൻ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ മാത്രമായിരിക്കും എന്തുണ്ടാവുക? ഇതുണ്ടാവുക. ഓക്കെ, അത് റെപ്രസെന്റ് ചെയ്യാൻ എങ്ങനെയാ? എൻ സീറോയിൽ മാത്രം 1 ഉണ്ടാകും, ബാക്കി എല്ലാ സ്ഥലത്തും എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്തത് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണ്. യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ യു ഓഫ് എൻ പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ഈക്വൽ ടു 1 വെൻ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ന്റെ വാല്യൂ 0 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണെങ്കിൽ യു ഓഫ് എൻ എന്തായിരിക്കും? 1 ആയിരിക്കും. ബാക്കി എല്ലാ കേസിലും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 0 ആയിരിക്കും, റൈറ്റ് ഹാൻഡ് സൈഡിലൊക്കെ എന്തായിരിക്കും? 1 വാല്യൂ ഉള്ള ഒരു സിഗ്നൽ ആയിരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്താ പറയുക? സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറയുന്നത്. വേണമെങ്കിൽ സ്റ്റെപ്പ് സിഗ്നൽ നമുക്ക് എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ്? സമ്മേഷൻ ഓഫ് ഇമ്പൾസസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനാണ്. സിഗ്മ കെ ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് എൻ മൈനസ്, അല്ലെങ്കിൽ കെ ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഡെൽ ഓഫ് എൻ മൈനസ് കെ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാറുണ്ട്. എനിവേ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിനെ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. റാം സിഗ്നൽ. റാം സിഗ്നൽ യു ആർ ഓഫ് എൻ ഈസ് ഈക്വൽ ടു എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 n ലെസ് ദാൻ 0. യു ആർ ഓഫ് എന്നിന്റെ വാല്യൂ എന്താ? n തന്നെയാണ് അതിന്റെ വാല്യൂ വെൻ n ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ
ഇതിനും സിഗ്നലിന് വാല്യൂ എവിടെ മുതലേ ഉള്ളൂ? 0 മുതൽ പോസിറ്റീവ് സൈഡിലേക്ക് മാത്രമേ ഉള്ളൂ. നെഗറ്റീവ് സൈഡിൽ അതിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പം യു ആർ ഓഫ് എന്നിന്റെ വാല്യൂ n ആണ് when n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇൻഡിജർ വാല്യൂ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും യു ഓഫ് എന്നിന്റെ വാല്യൂ. എപ്പോഴും മാത്രം പ്രൊവൈഡഡ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ബാക്കി എല്ലാ കേസിലും എന്തായിരിക്കും? 0 ആയിരിക്കും യു ആർ ഓഫ് എന്നിന്റെ. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൊക്കെ അതിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. And last signal is the exponential signal. G of n is equal to a raised to n greater than or equal to 0. U of n is equal to 0 when n less than 0. Okay. രണ്ട് പോസിബിൾ കേസസ് ഉണ്ട്. എ എന്ന് പറഞ്ഞ വാല്യൂ 0-നും 1-നും ഇടയ്ക്കാവാം, എ ഗ്രേറ്റർ ദൻ 1 ആവാം. രണ്ട് സിറ്റുവേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ എ ഇൻ ബിറ്റ്വീൻ 0 and 1, എ ഗ്രേറ്റർ ദൻ 1. ഓക്കെ, താങ്ക് യു.